empowering women in Christ. ഹല്ലേലൂയ. ഷെഖിന ന്യൂസിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. പ്രശസ്ത പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് സെബദി പുത്രന്മാരുടെ അമ്മയെ കുറിച്ചാണ്. സലോമി എന്നാണ് പരിശുദ്ധ വചനം ആ അമ്മയുടെ പേരായി നമുക്ക് പറഞ്ഞു നൽകുന്നത്. സെബദി പുത്രന്മാരായ യാക്കോബിന്റെയും യോഹന്നാന്റെയും അമ്മയായ സലോമിയെ കുറിച്ച്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ കണ്ടു സലോമി എന്ന ഒരു വ്യക്തി അവളുടെ വിശ്വാസ നിലപാടുകൾ, തൻ്റെ വിശ്വാസത്തിന് വേണ്ടി അവൾ എടുത്ത ധീരമായ സ്റ്റെപ്പുകളെല്ലാം നമ്മൾ കാണുകയുണ്ടായി. മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നൊന്നും നോക്കാതെ, മറ്റുള്ളവർ തന്നെ കുറിച്ച് എന്ത് ചിന്തിക്കുമെന്ന് ശ്രദ്ധിക്കാതെ, കർത്താവാണ് തൻ്റെ ബലം എന്ന് ഏറ്റുപറഞ്ഞ്, കർത്താവാണ് തൻ്റെ ശക്തി എന്ന് ഏറ്റുപറഞ്ഞ് കർത്താവിനെ പിൻപറ്റുന്ന ഒരു സലോമിയെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. സങ്കീർത്തകനായ ദാവീദ് 73-ാം സങ്കീർത്തനം 26-ാം തിരുവാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: എൻ്റെ ശരീരവും മനസ്സും ക്ഷീണിച്ചു പോയേക്കാം, എന്നാൽ ദൈവമാണ് എൻ്റെ ബലം, അവിടുന്നാണ് എന്നേക്കുമുള്ള എൻ്റെ ഓഹരി. സലോമിയും ഇത് തന്നെ പറഞ്ഞിട്ടുണ്ടാകാം. എൻ്റെ ശരീരം ക്ഷീണിച്ചാലും, ആരൊക്കെ എന്നെ എന്തൊക്കെ പറഞ്ഞാലും, എൻ്റെ മനസ്സ് തളർന്നു പോയാലും, കർത്താവാണ് എൻ്റെ ബലം, കർത്താവാണ് എൻ്റെ സമ്പത്ത്, കർത്താവാണ് എൻ്റെ ഓഹരി. ഈ ഒരു ദിശയിലേക്ക് നമ്മൾ തിരിയുമ്പോഴാണ്, ഈ ഒരു മനോഭാവത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോഴാണ് നമ്മുടെ വിശ്വാസ യാത്രയിൽ നമുക്ക് മുന്നേറാൻ സാധിക്കുക. മറ്റുള്ളവരെ നോക്കാതെ, മറ്റുള്ളവരുടെ പ്രീതി അന്വേഷിക്കാതെ, കർത്താവാണ് എൻ്റെ ബലം എന്ന് പറയാൻ, കർത്താവാണ് എൻ്റെ സമ്പത്ത് എന്ന് പറയാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയമുള്ളവരെ. ഒപ്പം ഈ ശുശ്രൂഷയെ കർത്താവിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് നാം ആയിരിക്കുന്നിടത്തിരുന്ന് ഐക്യത്തോടെ നമ്മുടെ കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കുവാനായി നമുക്ക് ഒരുങ്ങാം. കർത്താവേ, അങ്ങാണ് എൻ്റെ സമ്പത്ത്, അങ്ങാണ് എൻ്റെ ഓഹരി എന്ന് ഏറ്റു പറയുന്നു. കർത്താവെ, അവർ അഭിഷേക തലത്തിലേക്ക് ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കൃപയായിരിക്കണമേ, അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാനാരുമേ, നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാനാരുമേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. ഹല്ലേലൂയ. ഏറ്റു പറയുന്ന ഈശോയെ, അങ്ങാണ് ഞങ്ങളുടെ സമ്പത്ത്, അങ്ങാണ് ഞങ്ങളുടെ ഓഹരി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ, നീയല്ലോ ഞങ്ങൾക്കായി മന്നിടത്തിൽ വന്നതും, നീചരാം ഞങ്ങളുടെ പാപമെല്ലാം ഏറ്റതും, നീചരാം ഞങ്ങളുടെ പാപമെല്ലാം ഏറ്റതും, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. ഈശോ, ഞങ്ങൾ ഏറ്റു പറയുകയാണ്, അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ സമ്പത്ത്, അങ്ങിലേക്ക് മാത്രമാണ് ഞങ്ങൾ ദൃഷ്ടി ഉറപ്പിച്ചിരിക്കുന്നത്. കർത്താവേ, അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്നു ഞങ്ങൾക്കുള്ളതെല്ലാം തന്നു പോറ്റുന്നോൻ, ഇന്നും ഇന്നും കൂടെയുണ്ടെന്നുള്ള വാക്കു തന്നവൻ, ഇന്നും ഇന്നും കൂടെയുണ്ടെന്നുള്ള വാക്കു തന്നവൻ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാനാരുമേ, നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാനാരുമേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു അഭിഷേക തലത്തിലേക്ക് കർത്താവേ ഞങ്ങളെ ഉയർത്തണമേ. മറ്റൊന്നിലേക്കും നോക്കാതെ ദിവ്യ സമ്പത്തായ, ഞങ്ങളുടെ ഓഹരിയായ, ഞങ്ങളുടെ ബലമായ കർത്താവിലേക്ക് നോക്കാൻ കർത്താവേ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ, കൃപ ചെയ്യണമേ. ഹല്ലേലൂയ,
ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ മാതാവേ, തൻ്റെ ജീവിതത്തിന്റെ ബലമായി കർത്താവിനെ സ്വീകരിച്ച് ശ്രേഷ്ഠമായ ജീവിതം ഞങ്ങൾക്ക് കാണിച്ചു തന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ, ആ ഒരു കൃപയിലേക്ക് കടന്നു വരുവാൻ അമ്മേ മാതാവേ ഞങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ യൗസേപ്പ് പിതാവേ, തിരുകുടുംബത്തിന്റെ പാലക, തിരുകുടുംബത്തിന്റെ പരിപാലനയിൽ കർത്താവ് മാത്രമാണ് തൻ്റെ ബലമെന്ന് സധൈര്യം പ്രഖ്യാപിച്ച ഞങ്ങളുടെ പ്രിയ പിതാവേ, ഞങ്ങളുടെ കുടുംബങ്ങളും ആ ഒരു അഭിഷേക തലത്തിലേക്ക് എത്തുവാൻ യൗസേപ്പ് പിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ, ആമേൻ. യേശു ക്രിസ്തുവിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ സെബദി പുത്രന്മാരുടെ അമ്മയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നത്. സെബദിയുടെ ഭാര്യയായ സലോമിയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടതാണ്. സലോമിയെക്കുറിച്ച് വിശുദ്ധ മർക്കോസ്ലിഹ മാത്രമേ പേരെടുത്ത് നമ്മളെ പഠിപ്പിക്കുന്നുള്ളൂ. മറ്റ് സമാന്തര സുവിശേഷങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഒരേപോലത്തെ സംഭവങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, നമ്മൾ കമ്പാരിസൺ സ്റ്റഡി ചെയ്യുമ്പോഴാണ് സലോമി ആണ് സെബദി പുത്രന്മാരുടെ അമ്മ എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. നമുക്ക് സുവിശേഷങ്ങളിലേക്ക് കടന്നു വരാം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് സലോമി എന്ന അമ്മയെക്കുറിച്ചാണ്. സലോമി എന്ന വ്യക്തിയെക്കുറിച്ച്, അവളുടെ വിശ്വാസത്തെക്കുറിച്ച്, അവളുടെ നിലപാടുകളെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു. ഇന്ന് നമ്മൾ ഓരോ അമ്മമാർക്കും എന്ത് പാഠമാണ് സലോമി എന്ന അമ്മയിലൂടെ ലഭിക്കുന്നതെന്നാണ് നമ്മൾ ചിന്തിക്കാനായി പോകുന്നത്. നമുക്ക് സുവിശേഷങ്ങളിലേക്ക് കടന്നു വരാം. വിശുദ്ധ മർക്കോസ്ലീഹ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം, അവിടെ 19-ാം തിരുവാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. കുറച്ചു ദൂരം പോയപ്പോൾ സെബദിയുടെ പുത്രനായ യാക്കോബിനെയും അവന്റെ സഹോദരൻ യോഹന്നാനെയും കണ്ടു. അവർ വഞ്ചിയിലിരുന്ന് വലയുടെ കേട് പോക്കുകയായിരുന്നു. ഇവിടെ നമ്മുടെ കർത്താവ് തൻ്റെ ആദ്യ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്ന സമയമാണ്. അങ്ങനെ സെബദി പുത്രന്മാരുടെ അടുക്കലേക്ക് കർത്താവ് വരുന്നതായിട്ട് തിരുവചനം നമുക്ക് പറഞ്ഞു തരുന്നത്. തൊട്ടടുത്ത 20-ാം വാക്യത്തിൽ നമ്മൾ എന്താ കാണുന്നത്? ഉടനെ അവൻ അവരെയും വിളിച്ചു. അവൻ യേശു സെബദി പുത്രന്മാരായ യാക്കോബിനെയും യോഹന്നാനെയും വിളിച്ചു. അവർ പിതാവായ സെബദിയെ സേവകരോടൊപ്പം വള്ളത്തിൽ വിട്ട് അവനെ അനുഗമിച്ചു. യേശുവിനെ അനുഗമിച്ചു. ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? അപ്പനോടൊപ്പം ഇരുന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്ന യാക്കോബിനെയും യോഹന്നാനെയും ഈശോ വിളിച്ചപ്പോൾ അവരങ്ങനെ ഫ്രീ ആയിട്ട് ഇറങ്ങി പോകണമെങ്കിൽ സെബദി എന്ന അപ്പന്റെ റോൾ അവിടെ എന്തായിരിക്കുമെന്ന് നമ്മൾ ചിന്തിക്കണം. അദ്ദേഹം എന്തെങ്കിലും തടസ്സം അവിടെ പറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ടോ? അവർ വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ അപ്പനെ അവിടെ സേവകരോടൊപ്പം വിട്ട് ഇറങ്ങിപ്പോവുകയാണ്. ഒരപ്പൻ എന്ന നിലയിൽ തങ്ങളുടെ മക്കളുടെ ദൈവവിളിയിൽ യാതൊരു തടസ്സവും അവിടെ സെബദി കാണിക്കുന്നില്ല. അവൻ വീണ്ടും വലയെടുത്ത് പണിതുകൊണ്ടിരിക്കുകയാണ് തൻ്റെ സേവകരോടൊപ്പം. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, സേവകരുണ്ട്, വഞ്ചിയുണ്ട്, അത്യാവശ്യം നല്ല ചുറ്റുവട്ടങ്ങൾ അവർക്കുണ്ട്. തുടർന്ന് എന്തൊക്കെ സംഭവിച്ചിരിക്കുക നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. സെബദി വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയുകയാണ് തൻ്റെ ഭാര്യയായ സലോമിയോട്. അവിടെ സലോമി തൻ്റെ മക്കളെ അന്വേഷിച്ച് അവരെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് വ്യഗ്രത കാണിക്കുന്നതായിട്ടല്ല തുടർന്നുള്ള വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. തൻ്റെ മക്കളോടൊപ്പം കർത്താവിനെ ശുശ്രൂഷിക്കാനായി ഇറങ്ങിപ്പോകുന്ന ഒരു അമ്മയെ നമ്മൾ അവിടെ കാണുന്നത്. മക്കൾ ഈശോയോടൊപ്പം, അന്ന് ഈശോ എന്ന് പറയുമ്പോൾ അവിടെ അത്ര പ്രസിദ്ധി ആർജിച്ച ഒരു വ്യക്തിയൊന്നുമല്ല. ഒരു റിബല്യസ് ലീഡറായിട്ടാണ് പലരും ഈശോയെ കണ്ടിരുന്നത്. വിപ്ലവം ഉണ്ടാക്കാൻ വന്നൊരു വ്യക്തിയായിട്ട്. അന്നത്തെ ആ ഒരു ഫരിസേയരും അതുപോലെയുള്ള സദൂക്കായരും പുരോഹിത ഗണമൊന്നും ഈശോയെ അംഗീകരിച്ചിരുന്നില്ല. അവർക്കൊക്കെ മുൻപിൽ എന്തോ ഒരു പ്രശ്നക്കാരനായിട്ടാണ് ഈശോ നിൽക്കുന്നത്. അങ്ങനെ ഒരു വ്യക്തിയോടൊപ്പം തൻ്റെ മക്കൾ ഇറങ്ങി പോകുമ്പോൾ അവിടെയുള്ള സത്യാവസ്ഥയെ തിരിച്ചറിഞ്ഞ മാതാപിതാക്കളായിരുന്നു സെബദിയും സലോമിയും. അവർ തങ്ങളുടെ മക്കളെ തിരികെ വിളിച്ചുകൊണ്ട് വരാനൊന്നും പോകുന്നില്ല. അവർക്ക് വേണ്ടുന്നതായ സപ്പോർട്ട് നൽകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. എന്നാൽ സെബദി പുത്രന്മാരുടെ അമ്മയെക്കുറിച്ച് തിരുവചനം കുറച്ചുകൂടി ആഴത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് മറ്റൊരു തിരുവചന ഭാഗത്തേക്ക് കടന്നു വരാം.
വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 20-ാം അധ്യായത്തിൽ സെബദി പുത്രന്മാരുടെ അമ്മ സലോമി തന്റെ മക്കളെയും കൂട്ടി ഈശോയുടെ അടുക്കലേക്ക് ചെല്ലുന്ന ഒരു രംഗമുണ്ട്. അവിടെ 20 മുതലുള്ള തിരുവാക്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ സെബദി പുത്രന്മാരുടെ മാതാവ് തന്റെ പുത്രന്മാരോട് കൂടെ വന്ന് അവന്റെ മുൻപിൽ യാചനാപൂർവം പ്രണമിച്ചു. ആ അമ്മ തന്റെ മക്കളെയും കൂട്ടി ഈശോയുടെ അടുക്കലേക്ക് വരികയാണ്. ഒരു അമ്മ എന്ന നിലയിൽ നമുക്കറിയാം, അമ്മമാരുടെ ഹൃദയം എപ്പോഴും മക്കളുടെ ഭാവിയെക്കുറിച്ച് ഇങ്ങനെ വെമ്പൽ കൊള്ളും. ഭയങ്കര ടെൻഷനാണ്, എന്തായി തീരും അവരുടെ ഫ്യൂച്ചർ എന്നത്. അതിന് വേണ്ടുന്നതായ കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാൻ മിക്ക അമ്മമാർക്കും വലിയ വ്യഗ്രതയാണുള്ളത്. അതുപോലെ ഇവിടെ സലോമി തന്റെ ആ ഒരു വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്കൊന്നും കടന്നു വരാത്ത ഒരു സമയമാണ്. ആ സമയത്ത് തന്റെ മക്കളെയും കൂട്ടി ഈശോയുടെ അടുക്കലേക്ക് കടന്നു ചെല്ലുകയാണ്. എന്താ ഉണ്ടായത്? അവൻ അവളോട് ചോദിച്ചു. ഈശോ അവളോട് ചോദിക്കുകയാണ്, നിനക്ക് എന്താണ് വേണ്ടത്? അവൾ പറഞ്ഞു, നിന്റെ രാജ്യത്തിൽ എന്റെ ഈ 2 പുത്രന്മാരിൽ ഒരുവൻ നിന്റെ വലതുവശത്തും അപരൻ ഇടതുവശത്തും ഇരിക്കുന്നതിന് കൽപ്പിക്കണമേ. എന്തുകൊണ്ടായിരിക്കും സലോമി അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക? അവളെ സംബന്ധിച്ചിടത്തോളം യേശു എന്ന് പറയുന്നത് അവർക്ക് കാലാകാലങ്ങളായിട്ട് അവർ കാത്തിരുന്ന മിശിഹായാണ്, തങ്ങളുടെ രക്ഷകനാണ്. അവരുടെ ഒരു അഭിപ്രായത്തിൽ അല്ലെങ്കിൽ അവരുടെ ഒരു ഭാവനയിൽ യേശു വന്ന് അവരെ ആ റോമൻ സാമ്രാജ്യത്തിന്റെ പീഡനങ്ങളിൽ നിന്നൊക്കെ വിമോചിപ്പിച്ച് അവരെ സ്വതന്ത്രനാക്കുന്ന ഒരു രാജാവായിട്ടാണ് തങ്ങളുടെ മിശിഹായെ അവർ പ്രതീക്ഷിച്ചിരുന്നത്. അങ്ങനെ മിശിഹായാകുന്ന യേശു വന്ന് തൻ്റെ രാജ്യമൊക്കെ സ്ഥാപിക്കുമ്പോൾ തൻ്റെ മക്കളുടെ പൊസിഷൻ സേഫ് ആക്കുന്ന ഒരു അമ്മയെ നമ്മളിവിടെ കാണുന്നത്. ആ അമ്മ മറ്റൊന്നും നോക്കുന്നില്ല, ആളുടെ ഉള്ളിൽ വന്നത് അതേപോലെ ഈശോയുടെ അടുക്കൽ ചെന്ന് പറയുകയാണ്, വളരെ ഓപ്പൺ മൈൻഡഡ് ആയിട്ട് എൻ്റെ മക്കളുടെ പൊസിഷൻ സേഫ് ആക്കണം എന്ന് ഈശോയോട് പറയുകയാണ്. ഈശോ എന്താ മറുപടി പറഞ്ഞേ? യേശു മറുപടി നൽകി, നിങ്ങൾ ചോദിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിക്കാൻ പോകുന്ന പാനപാത്രം കുടിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? അവർ പറഞ്ഞു, ഞങ്ങൾക്ക് കഴിയും. ഇവിടെ സെബദി പുത്രന്മാര് യാക്കോബും യോഹന്നാനും വളരെ കോൺഫിഡന്റ് ആണ്. കർത്താവ് എന്താ ഉദ്ദേശിച്ചെന്നുള്ള ആഴങ്ങളൊന്നും അവർക്ക് മനസ്സിലായിട്ടുണ്ടാകില്ല. അവർ അതിനെല്ലാം ഞങ്ങൾ തയ്യാറാണെന്ന് പറയുകയാണ്. അമ്മയും അവർക്ക് സപ്പോർട്ടായി നിൽക്കുകയാണ്. ഈശോ കുടിക്കാൻ പോകുന്ന പാനപാത്രം അത് ഞങ്ങളും കുടിക്കാൻ തയ്യാറാണെന്ന് അവർ പറയുകയാണ്. തൊട്ടടുത്ത വാക്യത്തിൽ ഈശോ അവിടെ ഒരു പ്രവചനം പറയുന്നുണ്ട്. തിരുവചനം എന്താ പറയുന്നേ? അവൻ അവരോട് പറഞ്ഞു. യേശു സെബദി പുത്രന്മാരോടും അവളുടെ അമ്മയായ സലോമിയോടും പറയുകയാണ്, എന്റെ പാനപാത്രം തീർച്ചയായും നിങ്ങൾ കുടിക്കും. അവരുടെ അമ്മയുടെ സമീപത്ത് വെച്ച് കർത്താവ് ആ അമ്മയുടെ മക്കളെ കുറിച്ചുള്ള ഒരു പ്രവചനം പറഞ്ഞതാണ്. നമുക്കറിയാം, ഈ പ്രവചനം പൂർത്തീകരിക്കപ്പെടുക തന്നെ ചെയ്തു. യാക്കോബ് സ്ലീഹ, വലിയ യാക്കോബ്, അപ്പസ്തോലന്മാരിൽ ആദ്യത്തെ രക്തസാക്ഷിയായിട്ട് യാക്കോബ് സ്ലീഹ മാറുകയാണ്. കർത്താവിന്റെ ആ ഒരു സഹനത്തിന്റെ ആ പാനപാത്രത്തിൽ യാക്കോബ് സ്ലീഹ പങ്കുപറ്റുകയാണ്. ആദ്യത്തെ രക്തസാക്ഷിയായി ശിരച്ഛേദം ചെയ്യപ്പെടുന്ന അപ്പസ്തോലനായി യാക്കോബ് സ്ലീഹ മാറുകയാണ്. മറ്റേ മകനായ യോഹന്നാൻ നമുക്കറിയാം, തിളയ്ക്കുന്ന എണ്ണയിലിട്ട് വെന്തുരുകി അദ്ദേഹത്തെ പിന്നീട് പത്മോസ് ദ്വീപിലേക്കൊക്കെ കടത്തുകയാണ്. അവിടെ ഏകാന്തവാസത്തിനിടയിൽ വലിയ സമ്മാനങ്ങൾ നമുക്ക് നൽകിയിട്ടാണ് യോഹന്നാൻ സ്ലീഹ പോയത്. സുവിശേഷകനായ യോഹന്നാൻ കർത്താവിന്റെ ആ ഹൃദയത്തോട് ചേർന്നിരുന്ന് ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അപ്പസ്തോലൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുകയാണ് യോഹന്നാൻ. കർത്താവിന്റെ ഹൃദയ തുടിപ്പുകളൊക്കെ അറിഞ്ഞ് യോഹന്നാന്റെ സുവിശേഷം നമുക്കൊരു സമ്മാനമായി നൽകി. 1, 2, 3 ലേഖനങ്ങൾ നമുക്ക് സമ്മാനമായി നൽകി. പ്രവചനാത്മാവിൽ നിറഞ്ഞു നിന്നുകൊണ്ട് വെളിപാടിന്റെ ഗ്രന്ഥം യോഹന്നാൻ സ്ലീഹയാണ് നമുക്ക് സമ്മാനിച്ചത്. ഇത്രയേറെ കാര്യങ്ങൾ ആ ഒരു അമ്മയുടെ മക്കളിലൂടെ നമുക്ക് ലഭിക്കുകയാണ്. അന്ന് ആ സമയത്ത് ഇത്രയേറെ തീക്ഷ്ണതയോടെ ആ ഒരു പെട്ടെന്നുണ്ടായ ആ ഒരു വിചാരത്തിൽ പോയിട്ട് സലോമി കർത്താവിനോട് ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് നമ്മൾ കണ്ടു, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടതാണ് എത്രമാത്രം വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ആണ് അവൾക്ക് വന്നതെന്ന്. വലിയൊരു ക്രിസ്തു ഭക്തിയായിട്ട് അവൾ മാറുകയാണ്. കർത്താവിന്റെ സ്നേഹത്തിൽ അവൾ ഉരുക്കി വാർക്കപ്പെടുകയാണ്. താൻ എന്ന ഭാവത്തെ കംപ്ലീറ്റ് ആയിട്ടും അവിടെ മാറിപ്പോവുകയാണ്. ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ട് അവൾ മാറുന്നതായി നമ്മൾ കാണുന്നുണ്ട്. കർത്താവ് എവിടെ പോയാലും അവിടെ എല്ലാം കർത്താവിനെ ശുശ്രൂഷിക്കുന്ന ആ ഒരു ഗണത്തിൽ സലോമി കൂടിച്ചേരുകയാണ്. തങ്ങളുടെ മക്കളെ കർത്താവിന് വേണ്ടി വിട്ടുകൊടുക്കുന്ന ഒരു അമ്മയാണ് നമ്മൾ കാണുന്നത്. കർത്താവ് നേരിടാൻ പോകുന്ന കാര്യങ്ങളൊക്കെ സലോമിക്ക് അറിയാമായിരുന്നിരിക്കും. തീർച്ചയായിട്ടും കർത്താവിന്റെ കാര്യങ്ങളും പ്രബോധനങ്ങളും എല്ലാം അവർ കേൾക്കുന്നുണ്ട്.
മറ്റ് ലൗകികമായ നേട്ടങ്ങളിലേക്ക് ഒന്നുമല്ല ഈ അമ്മ നോക്കുന്നത്. പിന്നീട് ആദ്യം നമ്മൾ കണ്ടു, അവിടെ വന്നപ്പോൾ തൻ്റെ മക്കളെ സേഫ് ആക്കാനുള്ള ഒരു അമ്മയുടെ വ്യഗ്രതയായിരുന്നു നമ്മൾ കണ്ടത്. എന്നാൽ പിന്നീട് കർത്താവിൻ്റെ കൂടെ നടന്നു കഴിഞ്ഞപ്പോൾ തൻ്റെ മക്കളെ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പരിപൂർണമായും വിട്ടു നൽകുന്ന ഒരു അമ്മയെയാണ് നമ്മൾ കാണുന്നത്. അവിടെയുള്ള ഭീഷണികളെയോ അവിടെയുള്ള പ്രശ്നങ്ങളെയോ തങ്ങളുടെ ഭാവിയെയോ ഒന്നും പിന്നെ അവിടെ ചിന്തിക്കുന്നില്ല. കർത്താവിന് വേണ്ടി തൻ്റെ മക്കളെ വിട്ടുകൊടുത്ത ഒരമ്മയാണ് നമ്മൾ കാണുന്നത്. ആ സലോമിയുടെ ആദ്യത്തെ നടപടിയിൽ നമ്മൾ പലർക്കും നമ്മെ തന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റും. സലോമിയുടെ ആ ഒരു പ്രവർത്തനത്തോട് നമ്മളുടെ ചിന്തകളും നമ്മളുടെ പ്രവർത്തനങ്ങളും നമ്മുടെ വ്യാകുലതകളും ഒക്കെ കാരണം നമ്മൾ തന്നെ പ്ലാനുകൾ ഉണ്ടാക്കുകയാണ്. എൻ്റെ മക്കൾ ഇങ്ങനെ ആകണം, എൻ്റെ മക്കൾക്ക് ഈ ഒരു പൊസിഷൻ നന്നായിരിക്കും. അതേ റോളിലാണ് സലോമി ആദ്യം ഉണ്ടായിരുന്നത്. എന്നാൽ കർത്താവ് അവരെ നയിക്കുമ്പോൾ, കർത്താവ് നമ്മുടെ മക്കളുടെ നിയന്ത്രണം ഏറ്റെടുക്കുമ്പോൾ, കർത്താവിൻ്റെ ജ്ഞാനത്തിലേക്ക് നമ്മുടെ മക്കളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റത്തെയാ യാക്കോബ് ശ്ലീഹായും യോഹന്നാൻ ശ്ലീഹായും നമുക്ക് കാണിച്ചു തരുന്നത്. എക്കാലത്തെയും ക്രിസ്തു അനുയായികൾക്ക് വലിയ അനുഗ്രഹങ്ങളായിട്ട് മാറിയ 2 മക്കളെയാ സലോമി നമുക്ക് നൽകുന്നത്. എങ്ങനെയാണ് ആ അമ്മയ്ക്ക് അത് സാധിച്ചത്? കർത്താവിൻ്റെ ആ ഒരു കൃപയിലേക്ക്, കർത്താവിൻ്റെ ജ്ഞാനത്തിലേക്ക് തൻ്റെ മക്കളെ അവൾ വിട്ടുകൊടുക്കുകയാണ്. അപ്പോഴാണ് അവരുടെ ജീവിതത്തിലൂടെ കർത്താവിന് വലിയ അനുഗ്രഹങ്ങൾ നമുക്ക് നൽകുവാനായി സാധിക്കുന്നത്. നമ്മുടെ ഓരോരുത്തരുടെ മക്കളുടെ കാര്യത്തിലും ഇത് തന്നെ ചെയ്യാനാ സലോമിയിലൂടെ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത്. നമ്മുടെ പ്ലാനുകൾ, നമ്മുടെ പദ്ധതികൾ അതെല്ലാം എപ്പോഴും അതിൻ്റെ ഒരു പൂർണ്ണതയിൽ നല്ലതിലേക്ക് എത്തണമെന്നില്ല പ്രിയ സഹോദരങ്ങളെ. കർത്താവിൻ്റെ ജ്ഞാനത്തിലേക്ക് നമ്മുടെ മക്കളെ വിട്ടുകൊടുക്കുക, കർത്താവിൻ്റെ ശുശ്രൂഷയിലേക്ക് നമ്മൾ അവർക്ക് വേണ്ടുന്നതായ എല്ലാ സപ്പോർട്ടും കൊടുക്കുക, കർത്താവിനെ പ്രഘോഷിക്കുന്നവരായിട്ട് മാറാൻ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന അമ്മമാരായിട്ട് നമ്മൾ മാറണം. സലോമിയെ സംബന്ധിച്ചിടത്തോളം അവർ നല്ലൊരു വീട്ടിലുള്ള സ്ത്രീയായിരുന്നു, സമ്പത്തുള്ള വീട്ടിലെ സ്ത്രീയായിരുന്നു. എന്നാൽ തൻ്റെ മക്കൾ എല്ലാറ്റിലും ഉപരി കർത്താവിനെ ശുശ്രൂഷിക്കുന്നവരാകണം എന്നതായിരുന്നു അവളുടെ ആഗ്രഹവും അവളുടെ പ്രയത്നവും അതിനു വേണ്ടി തന്നെയായിരുന്നു. ഈ ഒരു അമ്മ നമുക്ക് എല്ലാവർക്കും മാതൃകയാണ് പ്രിയമുള്ളവരെ. കർത്താവിന് വേണ്ടി മക്കളെ വിട്ടു നൽകുന്ന അമ്മമാരാകാനാ ഇന്ന് സലോമി നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്നത്. മക്കളെ വിട്ടു നൽകിയതിലൂടെ എന്താ ഉണ്ടായത്? അവർ കർത്താവിൻ്റെ ആ ഒരു രക്തസാക്ഷിത്വ മകുടത്തിലേക്കാണ് കയറിയത്. സഭയ്ക്ക് എക്കാലത്തും വലിയ വലിയ നേട്ടങ്ങൾ നൽകുന്ന, വലിയ വലിയ നിധികൾ നൽകിയ മക്കളായിട്ട് അവർ മാറുകയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, സലോമിയിലൂടെ നൽകപ്പെട്ട ഈ പാഠം നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ഏറ്റെടുക്കാം. ഇവിടെ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ കണ്ടു സലോമി എന്ന അമ്മയ്ക്ക് വന്ന മാറ്റം എന്താണെന്ന്. നമുക്ക് യാക്കോബ് ശ്ലീഹായിലേക്കും യോഹന്നാൻ ശ്ലീഹായിലേക്കും ഒന്ന് കടന്നു വരാം. അവരെ നമ്മൾ കണ്ടു, കർത്താവ് ആദ്യം തെരഞ്ഞെടുത്ത ശ്ലീഹന്മാരിൽ പെടും ഈ യാക്കോബ് ശ്ലീഹായും യോഹന്നാൻ ശ്ലീഹായും ഒക്കെ. എന്നാൽ കർത്താവ് തെരഞ്ഞെടുത്ത ആ സമയത്ത് അവർ എപ്രകാരമായിരുന്നു എന്ന് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 9-ാം അധ്യായം 54 55 തിരുവാക്യങ്ങളിൽ എന്താ തിരുവചനം പറയുന്നത്? ഇത് കണ്ടപ്പോൾ എന്ന് പറഞ്ഞാൽ സമറിയ ദേശത്തേക്ക് കർത്താവ് വന്നപ്പോൾ അവർ കർത്താവിനെ അവിടെ സ്വീകരിക്കുന്നില്ല. അത് കണ്ടപ്പോൾ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും പറഞ്ഞു, ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും കർത്താവിനെ അവഗണിക്കുന്നത് കണ്ട്, തിരസ്കരിക്കുന്നത് കണ്ട് അവർ എന്താ പറഞ്ഞത്? കർത്താവേ, സ്വർഗത്തിൽ നിന്നും അഗ്നി ഇറങ്ങി ഇവരെ നശിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പറയട്ടെയോ? ഇവിടെ തീവ്രവാദ സ്വഭാവമുള്ള യാക്കോബ് ശ്ലീഹായെയും യോഹന്നാൻ ശ്ലീഹായെയും നമ്മൾ കാണുന്നത്. തീക്ഷ്ണമതികളായിരുന്നു അവർ. കർത്താവിനെ തഴയുന്നത് കണ്ടപ്പോൾ, കർത്താവിനെ ഉപേക്ഷിക്കുന്നത് കണ്ടപ്പോൾ അവർക്ക് ദേഷ്യം വരികയാണ്. പെട്ടെന്ന് ഹോട്ട് ടെമ്പേർഡ് ആയി അവർ പറയുകയാണ്, സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കി ഞങ്ങൾ ഇവരെ ഒക്കെ നശിപ്പിക്കട്ടെ എന്ന്. എന്നാൽ കർത്താവ് വേണ്ട രീതിയിൽ അവരെ അവിടെ ഡീല് ചെയ്യുന്നുണ്ട്. ഇതേ സ്ലീഹന്മാരാണ് പിന്നീട് രൂപാന്തരപ്പെട്ട് വലിയ വലിയ കാര്യങ്ങൾ സഭയ്ക്ക് വേണ്ടി ചെയ്യുന്നത്. തുടർന്ന് വീണ്ടും അവരുടെ സ്വഭാവത്തെ കർത്താവ് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. മർക്കോസ് ശ്ലീഹായുടെ സുവിശേഷം 3-ാം അധ്യായം 17-ാം തിരുവാക്യത്തിൽ കർത്താവ് അവരെ ഒരു പേര് വിളിക്കുന്നുണ്ട്. തിരുവചനം എന്താ പറയുന്നത്? അവർ പത്രോസ് എന്ന് അവൻ പേരു നൽകിയ ശിമയോൻ, ഇടിമുഴക്കത്തിന്റെ പുത്രന്മാർ എന്നർത്ഥമുള്ള ബുവനർഗസ് എന്നു പേരു നൽകിയ സെബദി പുത്രന്മാരായ യാക്കോബും സഹോദരൻ യോഹന്നാനും. യാക്കോബിനും സഹോദരൻ യോഹന്നാനും കർത്താവ് വിളിച്ച പേരെന്താ? ഇടിമുഴക്കത്തിന്റെ പുത്രന്മാരെന്ന, ബൊവനർഗസ് എന്ന കർത്താവ് അവരെ വിളിക്കുന്നത്. കാരണം എന്താ? അവരുടെ സ്വഭാവം അപ്രകാരമായിരുന്നു. വളരെ ഹോട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള, പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ദേഷ്യപ്രകൃതക്കാരായിരുന്നു അവർ രണ്ടുപേരും. എന്നാൽ
തിരുവചനത്തിൽ വളരെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും അവർക്ക് വരുന്ന രൂപാന്തരീകരണം എന്താന്നുള്ളത്, അവർക്ക് വരുന്ന മാറ്റം എന്താണെന്നുള്ളത്. കർത്താവിന്റെ ഒരു ഇന്നർ കോർ 12 അപ്പസ്തോലന്മാർ നമുക്കറിയാം. എന്നാൽ അവരിൽ നിന്ന് കർത്താവ് 3 പേരെ സെപ്പറേറ്റ് ആക്കുന്നുണ്ട്, തന്റെ ഇന്നർ കോറായിട്ട് അവരെ മാറ്റുന്നുണ്ട്. അതിൽ ഈ 2 പേരും ഉണ്ടെന്നുള്ളതാണ് കർത്താവ് ചെയ്ത വലിയൊരു അത്ഭുതകൃത്യമായ കാര്യം. പത്രോസ്ലിഹായും സെബദി പുത്രന്മാരുമാണ് കർത്താവിന്റെ ആ ഏറ്റവും അടുപ്പമുള്ള ആ ഒരു കോർ ടീമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. തന്റെ രൂപാന്തരീകരണ വേളയിൽ ഈ ഒരു ടീമിനെയാണ് കർത്താവ് തന്റെ ഒപ്പം ആ രൂപാന്തരീകരണ മലയിലേക്കൊക്കെ കൊണ്ടുപോകുന്നത്. തന്റെ പല കാര്യങ്ങളും ആ ഒരു ഹൃദയം തുറന്ന് കർത്താവ് സംസാരിച്ചിരുന്ന ഒരു ഇന്നർ കോറിലേക്ക് കയറുവാൻ തക്ക വിധം യാക്കോബ് സ്ലീഹായും യോഹന്നാൻ സ്ലീഹായും രൂപാന്തരപ്പെടുകയാണ്. ഇത് തന്നെയാണ് അവരുടെ അമ്മയിലും നമ്മൾ കാണുന്നത്. അവർ രൂപാന്തരപ്പെടുകയാണ്, കർത്താവിന്റെ കൂടെ വന്ന് അവർ മാറ്റപ്പെടുകയാ, തങ്ങളുടെ പഴയ സ്വഭാവം അവർ ഉപേക്ഷിക്കുകയാ, പുതിയ സൃഷ്ടികളായിട്ട് അവർ മാറുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. വലിയ വലിയ കാര്യങ്ങൾ സഭയ്ക്ക് വേണ്ടി ചെയ്യുന്ന, കർത്താവിന് മാത്രം മുൻഗണന നൽകുന്ന, കർത്താവിൽ മാത്രം ദൃഷ്ടി ഉറപ്പിച്ച് മുന്നോട്ട് പോകുന്ന വിശ്വാസ വീരന്മാരായിട്ട് യാക്കോബ് സ്ലീഹായും യോഹന്നാൻ സ്ലീഹായും മാറുമ്പോൾ അതിൻ്റെ പിന്നിൽ ഇങ്ങനെ ഒരു സലോമി ഉണ്ട് പ്രിയമുള്ളവരെ. ഈ സലോമി എന്ന അമ്മ അവർക്ക് എപ്പോഴും താങ്ങായി, അവരുടെ ഒരു തുണയായിട്ട് ആ അമ്മ നിൽക്കുകയാണ്. അവരുടെ വിശ്വാസ യാത്രയിൽ അവരോടൊപ്പം യാത്ര ചെയ്യുന്ന ഒരു അമ്മയെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഈ സലോമി ആകാനായിട്ടാ നാം ഓരോ അമ്മമാരെയും കർത്താവ് ഇന്ന് ക്ഷണിക്കുന്നത്. ആ ഒരു വലിയ വിളി നമുക്ക് ഏറ്റെടുക്കാൻ പ്രിയമുള്ളവരെ. സ്വയം ഒട്ടും ഹൈലൈറ്റ് ചെയ്യാത്ത, തൻ്റെ പ്രവർത്തനങ്ങളെ മുൻപിലേക്ക് കൊണ്ടുവരാത്ത, എന്നാൽ ഒളിഞ്ഞിരുന്ന് വളരെ വലിയ രീതിയിൽ സാക്ഷ്യം നൽകുന്ന ഒരു അമ്മയെ നമ്മൾ കാണുന്നത്. സലോമിയെക്കുറിച്ച് നമ്മൾ പഠിക്കണമെങ്കിൽ 4 സുവിശേഷങ്ങളും ഒരുമിച്ച് വെച്ച് കമ്പയർ ചെയ്ത് പഠിക്കുമ്പോഴാണ് സലോമി എന്ന വ്യക്തിയുടെ ശ്രേഷ്ഠതയെക്കുറിച്ച് നമ്മൾക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കുക. ഒളിഞ്ഞു കിടക്കുന്ന വളരെ ശക്തയായ ഒരു സാക്ഷിയാണ് സലോമി എന്ന അമ്മ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അവൾ നമുക്ക് നൽകുന്ന ഈ ഒരു വെല്ലുവിളിയെ നമുക്ക് ഏറ്റെടുക്കാം. വിശുദ്ധ പൗലോസ് ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 38-ഉം 39-ഉം തിരുവാക്യങ്ങൾ എന്താണ് പൗലോസ് ലീഹ നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്? എന്തെന്നാൽ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ അധികാരികൾക്കോ ഇക്കാലത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ശക്തികൾക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്താൻ കഴിയുകയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ പൗലോസ് ലീഹ എന്താ പറയുന്നത്? എന്ത് തന്നെ സംഭവിച്ചാലും, എത്രമാത്രം ഉയർച്ചയിലെത്തിയാലും താഴ്ചയിലേക്ക് പോയാലും, മരണത്തിലായാലും ജീവനിലായാലും എന്തിലായാലും എന്നെ എൻ്റെ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് മാറ്റാൻ സാധിക്കുകയില്ല. ഇതേ കാര്യമല്ലേ സലോമിയും നമുക്ക് പറഞ്ഞു തരുന്നത്? കഴിഞ്ഞ ആഴ്ച നമ്മൾ അതല്ലേ കണ്ടത്? എന്ത് തന്നെ സംഭവിച്ചാലും സലോമിയെ കർത്താവിൽ നിന്ന് മാറ്റാൻ സാധിക്കുമായിരുന്നില്ല. യാക്കോബ് സ്ലീഹ എന്തുകൊണ്ടാ രക്തസാക്ഷിത്വ മകുടത്തിലേക്ക് കടന്നു വന്നത്? കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് തന്നെ ഒന്നിനും മാറ്റി നിർത്താൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടാ ആ ഒരു ശിരച്ഛേദത്തിന് യാക്കോബ് സ്ലീഹ തന്നെ വിട്ടുകൊടുക്കുന്നത്. യോഹന്നാൻ സ്ലീഹയും ഇത്രയേറെ പീഡനങ്ങളിലൂടെ കടന്നുപോയി, ഒറ്റപ്പെട്ട ഏകാന്ത അവസ്ഥയിലായിരുന്നു. എന്നാൽ എത്രമാത്രം കഷ്ടപ്പെട്ടാലും എൻ്റെ കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ ഒന്നിനും മാറ്റാൻ പറ്റുകയില്ല എന്ന് യോഹന്നാൻ സ്ലീഹായും പറഞ്ഞു തരികയാ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, ഇവരെ പോലെ ഉറപ്പോടെ ഇങ്ങനെ പറയാൻ എനിക്ക് സാധിക്കുമോ? എന്ത് തന്നെ വന്നാലും ഞാൻ എൻ്റെ കർത്താവിൽ നിന്ന് മാറുകയില്ല, കർത്താവിനെ വിട്ട് പിരിയുകയില്ല എന്ന് പറയാൻ എനിക്ക് സാധിക്കുമോ? അതാണ് പ്രിയമുള്ളവരെ ഓരോ ക്രിസ്ത്യാനിയുടെയും വിളി. അത് തിരിച്ചറിഞ്ഞ ഒരു കൃപയിലേക്ക് നമുക്ക് കടന്നു വരാം. കർത്താവിനോട് ഒരു കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. സലോമിയിലൂടെ ഇത്രയേറെ കാര്യങ്ങൾ നമ്മെ പഠിപ്പിച്ച കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയുടെ കൂടെ ഞാൻ എന്നും ഉണ്ടെന്നുള്ള ഉറപ്പ് നമുക്ക് പ്രഖ്യാപിക്കാനായിട്ട് ഒരുങ്ങാം. നാം ആയിരിക്കുന്നിടത്ത് ഇരുന്ന് കർത്താവിനെ സ്തുതിച്ച് നമുക്ക് പാടി ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുനാഥന്റെ പാദത്തിങ്കൽ ഞാൻ ഇനി എന്നാളും ഈ മണ്ണിൽ ജീവിച്ചിടും. ആമേൻ, ആമേൻ. ഓരം ക്ലേശങ്ങൾ നേരിട്ടാലും ഞാൻ എന്റെ കർത്താവിൻ സ്നേഹത്തിൽ ആനന്ദിക്കും. ഏറ്റു പറയുന്ന ഈശോ. ദൂരെ പോകുന്ന നിമിഷങ്ങളിൽ തേടിപ്പാഞ്ഞെത്തും ഇടയനവൻ, ആരും കാണാതെ കരഞ്ഞിടുമ്പോൾ തോളിലേന്തി താൻ തഴുകിടുന്നു.
സ്വർഗ സിയോനിൽ നാഥനെ കാണുന്നതിനാൽ എൻ്റെ ആത്മാവ് ദാഹിച്ചു കാത്തിരിപ്പു. യേശുനാഥന്റെ പാദത്തിങ്കൽ ഞാൻ ഇനി എന്നാളും ഈ മണ്ണിൽ ജീവിച്ചിടും. ഈശോയെ, ഞങ്ങൾ ഏറ്റു പറയുകയാണ്, എന്തൊക്കെ വന്നാലും അങ്ങയുടെ പാദത്തിങ്കൽ ഞങ്ങൾ ജീവിക്കും, അങ്ങയോട് ചേർന്ന് ഞങ്ങൾ ജീവിക്കും. അങ്ങയുടെ സ്നേഹത്തിൽ നിന്ന് ഒന്നിനും ഞങ്ങളെ വേർപെടുത്താനാവാത്ത വിധം കർത്താവേ, ആ ഒരു കൃപയുടെ നിറവിലേക്ക് ഞങ്ങളെ നയിക്കണമേ. സലോമിയെ പോലെ, യാക്കോബ് സ്ലിഹായെ പോലെ, യോഹന്നാൻ സ്ലിഹായെ പോലെ അങ്ങയോട് ചേർന്നിരിക്കാനുള്ള കൃപ കർത്താവേ ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ. ആരെയും ഞാൻ ഭയപ്പെടില്ല, എൻ്റെ കർത്താവിൻ കൂടെ വന്നാൽ. ഇല്ല താഴുകിൽ ഞാൻ തകരുകില്ല, എന്നും തന്നോട് ചേർന്നു നിന്നാൽ. യാത്രയിൽ ഞാൻ തളർന്നിടുമ്പോൾ, എന്നാത്മധൈര്യം ചോർന്നിടുമ്പോൾ, രാത്രി കാലി ഞടുങ്ങിടുമ്പോൾ, എന്മേനിയാകെ വിറച്ചിടുമ്പോൾ, ശോഭിതമാം തിരുമുഖമെൻ ഉള്ളിൽ തന്നാലെ കാണുന്നതിൻ ഭാഗ്യം. പാടിടും ഞാൻ സ്തുതിവചനം, തൻ്റെ സിംഹാസനത്തിങ്കൽ രാജനു ഞാൻ. എൻ്റെ യേശുനാഥന്റെ പാദത്തിങ്കൽ ഞാൻ ഇനി എന്നാളും ഈ മണ്ണിൽ ജീവിച്ചിടും. എന്തോരം ക്ലേശങ്ങൾ നേരിട്ടാലും ഞാൻ എൻ്റെ കർത്താവിൻ സ്നേഹത്തിൽ ആനന്ദിക്കും. എൻ്റെ കർത്താവിൻ സ്നേഹത്തിൽ ആനന്ദിക്കും. എൻ്റെ കർത്താവിൻ സ്നേഹത്തിൽ ആനന്ദിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ പ്രഖ്യാപിക്കുന്ന കർത്താവേ, എന്തോരം ക്ലേശങ്ങൾ വന്നാലും എന്തോരം പരീക്ഷണങ്ങൾ വന്നാലും അങ്ങയുടെ സ്നേഹത്തിൽ ആനന്ദിക്കുമെന്ന് ഞങ്ങൾ ഏറ്റു പറയുന്നു. കർത്താവെ, ഒരു കൃപയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, സലോമിയിലൂടെ അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ എത്രമാത്രം പ്രതിസന്ധികളും പ്രതികൂലങ്ങളും വന്നാലും, മുൻപിലെല്ലാം താറുമാറാകുന്നെന്ന് തോന്നിയാലും, മക്കളുടെ ജീവൻ അപകടത്തിലാണെന്ന് തോന്നിയാലും, കർത്താവെ, അങ്ങയുടെ സ്നേഹത്തിൽ നിന്ന് മാറിപ്പോകാതിരിക്കാനുള്ള വലിയ കൃപ സലോമിയിലൂടെ അങ്ങ് ഞങ്ങൾക്ക് കാണിച്ചു തന്ന ആ ഒരു അഭിഷേക തലത്തിലേക്ക് കർത്താവെ ഞങ്ങൾ ഉയർത്തണമേ. അതിനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്ന കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, സലോമിയിലൂടെ ജീവിതത്തിലൂടെ കർത്താവ് നമുക്ക് നൽകിയ ആഹ്വാനങ്ങളെ നമുക്ക് ഏറ്റെടുക്കാം. വേണ്ടുന്നതായ മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് തയ്യാറാകാം. പ്രാർത്ഥിച്ച് ആ കൃപ നമുക്ക് നേടിയെടുക്കാം. പരസ്പരം പ്രോത്സാഹിപ്പിച്ച് നമ്മുടെ വിശ്വാസ യാത്രയിൽ പരസ്പരം താങ്ങായി നമുക്ക് മുൻപോട്ട് പോകാം. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ നമ്പർ 9495219811. ഞങ്ങളുടെ ഇമെയിൽ priscilla@gmail.com. ഞങ്ങളുടെ അഡ്രസ് പ്രിഷില്ല ഷെക്കിന ന്യൂസ്, താളിക്കോട്, പട്ടിക്കാട് PO, തൃശൂർ, കേരള 680652.